ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാജി. അപ്പോൾ ഞാൻ ഇന്നൊരു ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. ചായ കുടിക്കാൻ പോകണ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഞങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ ചായ കുടിക്കാൻ പുറത്ത് പോയി ചായ കുടിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഇന്നും പുറത്ത് പോയിട്ട് ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ മക്കളൊക്കെ എണീപ്പിക്കും വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ രണ്ടുപേരും ഞങ്ങളില്ല, ഞങ്ങൾ പോയിട്ട് പോരെയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് ദിവസമല്ലേ സ്കൂൾ തുറക്കാൻ, അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങട്ടെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് മട്ടൻ ചാപ്സ് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇക്കാക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാവിലെയൊക്കെ ഇങ്ങനെ ഇതേപോലെ പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. മിക്ക ദിവസം അധിക ദിവസങ്ങളിലും വല്ലപ്പോൾ ഗേസ് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് എന്താണെന്നറിയോ, ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനത് ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിവിടെ പടിഞ്ഞാറങ്ങാടി വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല ചായ കിട്ടും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങൾ മട്ടൻ ചാപ്സ് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ചാപ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമെന്നറിയില്ല, നോക്കാം. ഇപ്പോൾ സമയം രാവിലെ 7:30 മണി. ഇതാ ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. ഇതാണോ മട്ടൻ ചാപ്സ് കിട്ടുന്ന സ്ഥലം? ചോദിച്ചിട്ട് വരും. ഇക്ക ചോദിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു കട ഉണ്ട്, ചെറിയ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകും. അപ്പം ഞങ്ങൾ അവിടെ തൊട്ടുള്ള പിന്നെ അവിടുന്ന് കുറച്ചും കൂടി മുന്നിലേക്ക് വന്നപ്പോൾ വേറൊരു ഹോട്ടലിൽ കയറിയിട്ടോ. അവിടെ കയറിയിട്ട് ഇക്ക പറഞ്ഞ കൈയൊക്കെ കഴുകിയിട്ട് നമുക്ക് ഇരിക്കാം. അവിടെ എന്തായാലും ചാപ്സ് ഉണ്ടാവാറുണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ, വെയിറ്റ് വരാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ് ബീഫ് റോസ്റ്റ് ഒരു ബീഫ് ബാക്കി മുട്ടക്കറിയാണ്. ബീഫ് ഇന്നലെ വെള്ളിയാഴ്ച വരച്ച് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തെന്ത് ചെയ്യാൻ ഓടിക്കാൻ പോയി വെച്ചിട്ട് വേണം, ആയിട്ട് വേണം. സാധനം കൊടുക്കില്ല അപ്പൊ ഞങ്ങൾ അയാളോട് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോരും. അപ്പം അയാൾക്കും ഒരു ചെറിയൊരു ഇതുണ്ട്, ടെൻഷൻ ഉണ്ട്, ഞങ്ങൾക്ക് ചാൻസ് കിട്ടിയില്ലല്ലോ എന്നുള്ളത്. ഞങ്ങൾ അയാളോട് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോരും. പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ട് തന്നെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ തൃത്താല റോഡിൽ തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ചെറുതായിട്ടൊന്നും ഇങ്ങനെ മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ രാവിലത്തെ ആ ഒരു യാത്രയൊക്കെ അടിപൊളിയാണ് കേട്ടോ. രണ്ടുപേരും രാവിലെ തന്നെ ഇറങ്ങിയതാണ്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പം അടുത്ത ഹോട്ടലിൽ തേടി പോവാണ്. ചെറുതായി മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രസം കിട്ടുന്നത്. നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു വൈബാണല്ലേ. ഒരു മുട്ട റോസ്റ്റ് പിന്നെ ചെറുപയറും മുട്ട റോസ്റ്റ് മതി. പൊറാട്ട ഇക്കൊരു മധുരമില്ലാത്ത ചായ. അപ്പം ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ചെറുപയർ മുട്ടക്കറി, പൊറാട്ട ചെറുപയർ മുട്ടക്കറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഴിച്ചിട്ട് കാണാം, കൊടുത്തിട്ട് കാണിക്കാം.
അപ്പം ഞാൻ എൻ്റെ ചെറുപയറും പൊറോട്ടയും ഞാനും മുട്ടക്കറിയും പൊറോട്ട ഇരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് പ്ലേറ്റിൽ കഴിക്കുമ്പോൾ അങ്ങനെ ഒരു മുട്ടക്കറിയുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പം സ്ഥിരം ഞാനൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളവിടെ ഒന്നും സംസാരിച്ചിട്ട് സവോള ഇഞ്ചി മുളപ്പിലും പച്ചമുളകും തക്കാളി ഇട്ടിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ ഒഴിക്കും. അല്ല അതിലേക്ക് ആ പൊടികളിടുക, മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ. അത് നല്ലോണം മൊരിഞ്ഞ് വന്നാൽ തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടേ മുട്ട നടു മുറിച്ചിട്ട് മുട്ട ഇരിക്കേണ്ടത് അതിൽ എഴുതിയിട്ട് ആ ചോറ് തിന്നാൻ നല്ല ടേസ്റ്റാണ്. വിചാരിച്ചിട്ട് ഒരു ഉണ്ടാക്കണം. ആ ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് സ്കൂൾക്കൊക്കെ കൊടുക്കാം. അവന് നല്ല ഇഷ്ടമാണ് അങ്ങനെ ചോറിന് മുട്ടയുടെ ഉള്ളി കൂട്ടിയിട്ടൊക്കെ. കൊടുക്കുന്നു. തിരിച്ച് ഞങ്ങൾ കുട്ടികൾക്കുള്ള പാർസലും വാങ്ങിയിട്ടാണ് കേട്ടോ പോണത്. അപ്പം ഇന്ന് വീട്ടിലെ വളപ്പൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ജോലിക്ക് സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു ആൾ സ്ഥിരം വരാനുള്ളതാണ്. അവനവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അപ്പം ഞങ്ങൾ ധൃതി പിടിച്ചിട്ട് വേഗം പോന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പം അവനക്ക് പണിയൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ എന്നുള്ളതിൽ അവൻ മക്കൾ എണീച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു എണീക്കാൻ. അപ്പോൾ ഞങ്ങൾ അവർക്കും സിദ്ദീഖിനും കൂടിയിട്ടുള്ള ചായയും ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോണത്. പൊറോട്ടയും മുട്ടക്കറിയൊക്കെ വാങ്ങിയിട്ടാണ് പോണത്. അപ്പം ഞങ്ങൾ തിരിച്ച് പോണ വഴിക്ക് തന്നെ ചീര കണ്ടു. ചീര നോക്കിയപ്പോൾ ചീരയാണെന്ന് പറഞ്ഞിട്ട് നിർത്തി നോക്കിയപ്പോൾ അവിടെ പയറിൻ്റെ ഇലയുണ്ട് കേട്ടോ. അപ്പം ഇക്കത് വാങ്ങിയിട്ട് വരുന്നുണ്ട്. പയറിന്റെ ഇല നല്ലതാണ്. പയർ മണിയാണ് മണി. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതിനെ തിരിച്ചു പാലത്തിന്. അപ്പം ചീരയും പയറൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം കേട്ടോ. നാളെ നമുക്ക് ടൂറിൻ്റെ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. മിക്കവാറും നാളെ ആ വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മുടെ വീടെത്തി. അപ്പോൾ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഫമോളോട് ഗേറ്റ് തുറക്കാൻ. അവൾ ഉറക്കത്തിലാണ്. നമുക്ക് തുറന്നിട്ടുണ്ടോയെന്ന് നോക്കാം. ചിലപ്പം തുറന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഹോണടി കേട്ട എന്തായാലും അവൾ വരും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ. എല്ലാ വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും.